THSTI അഥവാ ട്രാൻസ്ലേഷണൽ ഹെൽത്ത് സയൻസ് ആൻഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇത് ബയോടെക്നോളജി റിസർച്ച് ആൻഡ് ഇന്നൊവേഷൻ കൗൺസിൽ അഥവാ BRIC അല്ലെങ്കിൽ ബ്രിക് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ DBT ഓർഗനൈസേഷൻ്റെ അണ്ടറിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് THSTI അഥവാ ട്രാൻസ്ലേഷണൽ ഹെൽത്ത് സയൻസ് ആൻഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്. സോ BRIC സംബന്ധിച്ചിടത്തോളം ബയോടെക്നോളജി അല്ലെങ്കിൽ ലൈഫ് സയൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫീൽഡുകളിൽ അല്ലെങ്കിൽ ഡിസിപ്ലിനിൽ നടക്കുന്ന മേജറായിട്ടുള്ള എല്ലാ റിസർച്ചുകളിലും അല്ലെങ്കിൽ ഇന്നൊവേഷനിലും ഒരു വലിയ പങ്ക് വഹിക്കുന്ന ഓർഗനൈസേഷനാണ് BRIC. അതിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു മേജർ ഇൻസ്റ്റിറ്റ്യൂഷനാണ് THSTI. സോ നിലവിൽ ഈ THSTI ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോജക്റ്റുകളിലോട്ട് കുറേ പ്രോജക്റ്റ് പൊസിഷനിലോട്ടുള്ള വേക്കൻസി റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട്. സോ ഒരുപാട് റിക്രൂട്ട്മെൻറ്റ്സ് നടക്കുന്നുണ്ട് ഫ്രഷേഴ്സിനും അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയതുമായിട്ടുള്ള ആളുകൾക്ക്. നോട്ട് ഓൺലി ഫോർ ലൈഫ് സയൻസ് ഓറിയൻറ്റഡ് കോഴ്സ് അല്ലാത്ത ഫീൽഡിൽ നിന്ന് അല്ലെങ്കിൽ ഡിസിപ്ലിനിൽ നിന്ന് വരുന്നവർക്ക് പോലും എലിജിബിൾ ആയിട്ടുള്ള പൊസിഷനിലോട്ട് ആപ്ലിക്കബിൾ ആയിട്ടുള്ള കുറേ പൊസിഷൻസാണ് ഇവർ റിക്രൂട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് നിലവിൽ വിളിച്ചിട്ടുള്ളത്. സോ റിക്രൂട്ട്മെൻറ്റ് ഓൺഗോയിങ് ആണ്. ഒരുപാട് പൊസിഷൻസ് ഉണ്ട്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ഈ കാണുന്ന പൊസിഷൻസിലോട്ടെല്ലാം നിലവിൽ THSTI റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നുണ്ട്. സോ ഈ റിക്രൂട്ട്മെൻറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് THSTIയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷനും കാര്യങ്ങളും എല്ലാം ഈ ഒരു വീഡിയോ വഴി ഒന്ന് അനലൈസ് ചെയ്യാവുന്നതാണ്. സോ യു വാച്ചിങ് SciHi Info. ഇതുപോലുള്ള മോർ റിക്രൂട്ട്മെൻറ്റ്സ് അല്ലെങ്കിൽ ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ലഭിക്കാനായിട്ടും അതുപോലെ തന്നെ അറിയാൻ വേണ്ടിയിട്ടും നമ്മൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ റിക്രൂട്ട്മെൻറ്റ് ന്യൂസ് അല്ലെങ്കിൽ ഇൻറ്റേൺഷിപ്പ് ന്യൂസൊക്കെ യൂസ്ഫുൾ ആവും എന്ന് അറിയുന്നവർക്കൊക്കെ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഇവരുടെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു നോട്ടിഫിക്കേഷൻ നമുക്ക് അവൈലബിൾ ആണ്. സോ നമുക്ക് ആ നോട്ടിഫിക്കേഷൻ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. സോ നോട്ടിഫിക്കേഷൻ്റെ ആദ്യം തന്നെ അവരുടെ റിക്രൂട്ട്മെൻറ്റ് നമ്പർ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. നോട്ടീസ് നമ്പർ കൊടുത്തിട്ടുണ്ട് THS-RN07/2025. സോ April 29 ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ അവർ പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതിൻ്റെ തുടക്കത്തിൽ തന്നെ അവർ THSTIനെ കുറിച്ചുള്ള ഒരു ചെറിയ സമ്മറി, അതുപോലെ തന്നെ THSTI അല്ലെങ്കിൽ BRICയുടെ കണ്ടറിൽ വരുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓട്ടോണമസ് അല്ലാത്തതുമായ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചൊക്കെ ചെറിയൊരു 1-2 പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ PDFൻ്റെ അതുപോലെ തന്നെ വെബ്സൈറ്റിൻ്റെയൊക്കെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് അവിടുന്ന് ആക്സസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ത്രൂ ഗൂഗിൾ അല്ലെങ്കിൽ ക്രോം വേറെവർ നിങ്ങൾക്ക് സെർച്ച് ചെയ്താലും ലഭിക്കാവുന്നതാണ്. സോ ഇതിൽ ഇവരുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സെൻറ്റേഴ്സിൻ്റെ നെയിംസ് കൊടുത്തിട്ടുണ്ട്. അത് സെൻറ്റർ ഫോർ മെറ്റേണിറ്റി ആൻഡ് ചൈൽഡ് ഹെൽത്ത്, സെൻറ്റർ ഫോർ വൈറസ് റിസർച്ച്, തെറാപ്യൂട്ടിക്സ് ആൻഡ് വാക്സിൻസ് എക്സെട്ര അങ്ങനെ കൊടുത്തിട്ടുണ്ട്. സോ ഇതിലെ ചില ഇൻസ്റ്റിറ്റ്യൂഷൻസിലോട്ടാണ് ഈ പെർട്ടിക്കുലർ റിക്രൂട്ട്മെൻറ്റ്സ് എല്ലാം നിലവിൽ നടക്കുന്നത്. സോ നമ്മൾ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് പോസ്റ്റുകളിലോട്ട് മൂവ് ചെയ്യാമെന്ന്. സോ ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഓരോ പോസ്റ്റിലോട്ടും വേണ്ടി വരുന്ന എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അതുപോലെ തന്നെ എക്സ്പീരിയൻസ് കാര്യങ്ങളെല്ലാം ഇവിടെ ഇവർ ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഡിഫറെൻറ്റ് പോസ്റ്റസ് ഉണ്ട്. ഈ ഓരോ പോസ്റ്റും ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോജക്റ്റ് പൊസിഷൻസ് ആണ്. സോ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോജക്ട്സിലാണ് ഓരോ പോസ്റ്റുകളും കിടക്കുന്നത്. സോ പ്രോജക്റ്റ് 1 അല്ലെങ്കിൽ ഒന്നാമത്തെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് പ്രോജക്റ്റിൻ്റെ ടൈറ്റിൽ എഫക്ട്സ് ഓഫ് എക്സ്ട്രീം ഹീറ്റ് ഓൺ മെറ്റേണൽ പ്ലാസെൻ്റൽ ആൻഡ് ഫീറ്റൽ ഫിസിയോളജി ലാക്ടേഷൻ ആൻഡ് ന്യൂബോൺ ഹെൽത്ത് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പ്രോജക്റ്റ് ടൈറ്റിലാണ്. പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പറയുന്നത് ഡോക്ടർ ഷിഞ്ചിനി ഭട്നാഗർ ആൻഡ് ഡോക്ടർ നിത്യ വധ്വ എന്ന് പറയുന്ന 2 പേരാണ് പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ. സോ ഈ ഒരു പെർട്ടിക്കുലർ പ്രോജക്റ്റിൽ വരുന്ന വേക്കൻസീസ് എന്ന് പറയുന്നത് പോസ്റ്റിൻ്റെ പേര് ക്ലിനിക്കൽ റിസർച്ച് അസോസിയേറ്റ് ആണ്. ഓക്കെ, സോ ക്ലിനിക്കൽ റിസർച്ച് അസോസിയേറ്റ് ക്വാളിറ്റി എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിലോട്ടാണ് ഫസ്റ്റ് റിക്രൂട്ട്മെൻറ്റ്. സോ അവൈലബിൾ വാക്കൻസി എന്ന് പറയുന്നത് 2 പേരാണ്. 2 പോസ്റ്റാണ് ഈ ഒരു പെർട്ടിക്കുലർ പോസ്റ്റിൽ വേക്കൻ്റ് ആയിട്ടുള്ളത്. ക്വാളിഫിക്കേഷനായിട്ട് 3 ഓപ്ഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഒന്നെങ്കിൽ ഗ്രാജുവേഷൻ ഇൻ ലൈഫ് സയൻസ്, ഫാർമ, പബ്ലിക് ഹെൽത്ത് വിത്ത് 3+ ഇയേഴ്സ് എക്സ്പീരിയൻസ്, ഒരു 3-3 വർഷത്തെ എക്സ്പീരിയൻസ് വിത്ത് ലൈഫ് സയൻസ്, ഫാർമ ഓർ പബ്ലിക് ഹെൽത്ത് ഗ്രാജുവേഷൻ. അല്ലാത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് മാസ്റ്റേഴ്സ് ഇൻ ലൈഫ് സയൻസ്, ഫാർമ ഓർ പബ്ലിക് ഹെൽത്ത് വിത്ത് +1 ഇയർ എക്സ്പീരിയൻസ്. ഓക്കെ, സോ ഗ്രാജുവേഷൻ ആണെന്നുണ്ടെങ്കിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. മാസ്റ്റേഴ്സ് എലിജിബിൾ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 1 ഇയർ എക്സ്പീരിയൻസ് മാത്രം മതിയാവുന്നതാണ്. ദെൻ മൂന്നാമതൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് MBBS, BDS, BHMS, BAMS ഓർ BPT
പ്ലസ് 1 ഇയർ എക്സ്പീരിയൻസ്. സോ മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ അതർ മെഡിക്കൽ കോഴ്സസ് ആണെന്നുണ്ടെങ്കിൽ 1 ഇയർ എക്സ്പീരിയൻസ് മതിയാവും. അല്ല എന്നുണ്ടെങ്കിൽ ഗ്രാജുവേഷൻ ആണെന്നുണ്ടെങ്കിൽ 3 ഇയർ എക്സ്പീരിയൻസ് ആവശ്യമായിട്ട് വരും. അതിൽ എക്സ്പീരിയൻസിൽ ക്ലിനിക്കൽ ട്രയൽ മോണിറ്ററിങ്ങും അതുപോലെ തന്നെ ക്ലിനിക്കൽ സൈറ്റ് കോർഡിനേഷനാണ് ഒരു മേജറായിട്ട് മെൻഷൻ ചെയ്യുന്നത്. ഈ ഒരു പെർട്ടിക്കുലർ പോസ്റ്റിന് പ്രായപരിധിയായിട്ട് ആപ്പർ ഏജ് ലിമിറ്റ് അവർ പറയുന്നത് 35 വയസ്സാണ്. ഈ പോസ്റ്റിൻ്റെ സാലറി എന്ന് പറയുന്നത് പെർ മന്ത് 66,000 റുപ്പീസാണ്, 66,000 രൂപ. ദെൻ രണ്ടാമത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ സെക്കൻഡ് പോസ്റ്റായിട്ട് കൊടുത്തിട്ടുള്ളത് ക്വാളിറ്റി മാനേജർ എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. ഇതും സെയിം പ്രോജക്റ്റിൽ തന്നെ വരുന്ന പോസ്റ്റാണ് ക്വാളിറ്റി മാനേജർ. അവൈലബിൾ വാക്കൻസി എന്ന് പറയുന്നത് 1 ആണ്, ഒരു പോസ്റ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ ലൈഫ് സയൻസ് ഓർ ബയോമെഡിക്കൽ സയൻസ് ഓർ ഫാർമസി ഓർ പബ്ലിക് ഹെൽത്ത്. ദെൻ എക്സ്പീരിയൻസ് ആയിട്ട് അവർ ചോദിക്കുന്നത് മിനിമം 4 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇൻ ക്ലിനിക്കൽ ട്രയൽ മോണിറ്ററിങ് ഓർ സൈറ്റ് മാനേജ്മെൻറ്റ്. ഓക്കെ, സോ അതിൽ 4 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ട്. ഇത് നമ്മുടെ ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം അത്ര ഫേവറബിൾ ആയിട്ടുള്ള ഒരു പോസ്റ്റ് അല്ല, കാരണം 4 ഇയർ ഓഫ് എക്സ്പീരിയൻസ് അവിടെ ചോദിക്കുന്നുണ്ട്. അത്തരത്തിലുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അപ്ലൈ ആവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത പോസ്റ്റുകളിലും മറ്റും എക്സ്പീരിയൻസ് കുറവുള്ളതും ഇല്ലാത്തതുമായ പോസ്റ്റുകളിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാവുന്നതാണ്. സോ ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 45 ഇയേഴ്സാണ് അവർ കൊടുത്തിട്ടുള്ളത്. സാലറി എന്ന് പറയുന്നതും 87,000 റുപ്പീസ് പെർ മന്താണ്. എക്സ്പീരിയൻസ് അനുസരിച്ച് തന്നെ അതിൻ്റെ സാലറി സ്കെയിലും ഡിഫറൻസ് ഉണ്ട്, ഹൈ പെയ്ഡാണ്. ഓക്കെ, ദെൻ തേർഡ് പൊസിഷൻ അല്ലെങ്കിൽ തേർഡ് റിക്രൂട്ട്മെൻറ്റ് പൊസിഷൻ എന്ന് പറയുന്നത് വേറൊരു പ്രോജക്റ്റിലാണ്, അതായത് സെക്കൻഡ് പ്രോജക്റ്റിലാണ്. ഈ ഒരു പ്രോജക്റ്റിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് അൺറൈവലിംഗ് ഫൈബ്രോസിസ് ഡിപ്പെൻഡൻറ്റ് സർക്കുലർ RNA ആൻഡ് പ്രോട്ടിയോമിക് പെർട്രുബേഷൻസ് ഇൻ പൾമണറി ഡിസീസ് എന്നുള്ളതാണ് പ്രോജക്റ്റ് ടൈറ്റിൽ. പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ ആയിട്ടുള്ളത് ഡോക്ടർ സാമ്രാജ് ചാറ്റർജി എന്ന് പറയുന്ന പ്രൊഫസറാണ്. സോ ഇതിൽ റിക്രൂട്ട്മെൻറ്റ് പൊസിഷൻ്റെ പേര് എന്ന് പറയുന്നത് പ്രോജക്റ്റ് ടെക്നിക്കൽ സപ്പോർട്ട് 3. നമ്പർ ഓഫ് വാക്കൻസി 1. ദെൻ ക്വാളിഫിക്കേഷനായിട്ട് ചോദിച്ചിട്ടുള്ളത് ഗ്രാജുവേഷൻ ഇൻ ലൈഫ് സയൻസ് പ്ലസ് 3 ഇയർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ ലൈഫ് സയൻസ്. പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ ലൈഫ് സയൻസ് ആണെന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് വേണ്ട, സോ ഫ്രഷേഴ്സിനും എലിജിബിൾ ആണ്. ദെൻ ഡിസൈറബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ആയിട്ട് ഈ ഒരു പർട്ടിക്കുലർ പോസ്റ്റിന് ചോദിക്കുന്നത് സെൽ കൾച്ചർ, മൗസ് മോഡൽസ്, അതുപോലെ തന്നെ മോളിക്കുലർ ടെക്നിക്സ്. മാക്സിമം ഏജ് ലിമിറ്റ് 35 ഇയേഴ്സാണ്. അതുപോലെ തന്നെ സാലറി ആയിട്ട് പറയുന്നത് 28,000 പെർ മന്ത് പ്ലസ് HRA ആണ്. സോ പ്രോജക്റ്റ് ടെക്നിക്കൽ സപ്പോർട്ട് 3 ഈ ഒരു പൊസിഷൻ ഫ്രഷേഴ്സ് എലിജിബിൾ ആണ്. മാസ്റ്റേഴ്സ് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഫ്രഷേഴ്സ് എലിജിബിൾ ആണ്. ദെൻ 28,000 റുപ്പീസ് പെർ മന്ത് പ്ലസ് HRA നമുക്ക് അവൈലബിൾ ആണ്. ദെൻ ഫോർത്ത് പൊസിഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് പ്രോജക്റ്റാണ്, തേർഡ് പ്രോജക്റ്റിലുള്ളതാണ്. പ്രോജക്റ്റ് ടൈറ്റിൽ എന്ന് പറയുന്നത് ഇംപ്രൂവിങ് മെറ്റേണൽ ആൻഡ് നിയോനാറ്റൽ ഔട്ട്കംസ് യൂസിങ് ഇമേജിംഗ് ഡാറ്റ സയൻസ്. ഓക്കെ, സോ ഇതാണ് പ്രോജക്റ്റ് ടൈറ്റിൽ. പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പറയുന്നത് ഡോക്ടർ നിത്യ വധുവ. ദെൻ പ്രോജക്റ്റ് റിക്രൂട്ട്മെൻറ്റ് പൊസിഷൻ എന്ന് പറയുന്നത് കൺസൾട്ടൻറ്റ് ഡാറ്റ സയൻറ്റിസ്റ്റ്. കൺസൾട്ടൻറ്റ് ഡാറ്റ സയൻറ്റിസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിലോട്ടും നമ്പർ ഓഫ് വാക്കൻസി എന്ന് പറയുന്നത് 1 ആണ്. ക്വാളിഫിക്കേഷനായിട്ട് ചോദിച്ചിട്ടുള്ളത് PhD ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഡാറ്റ സയൻസ് ഓർ റിലേറ്റഡ് ഫീൽഡ്. എക്സ്പീരിയൻസ് ഇമേജ് അനാലിസിസ് കാര്യങ്ങളൊക്കെയാണ് അവർ ചോദിക്കുന്നത് ത്രൂ പബ്ലിക്കേഷൻസ്. ഏജ് ലിമിറ്റ് 70 ഇയേഴ്സ് ആൻഡ് സാലറി എന്ന് പറയുന്നത് 1 lakh പെർ മന്താണ്. ഇത് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു പൊസിഷൻ അല്ല, കാരണം അത്രയും എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് കൊണ്ട് തന്നെ. ദെൻ ഫിഫ്ത്ത് പൊസിഷൻ എന്ന് പറയുന്നത് പ്രോജക്റ്റ് റിസർച്ച് സയൻറ്റിസ്റ്റ് 1. അതിലും നമ്പർ ഓഫ് വാക്കൻസി എന്ന് പറയുന്നത് 1 ആണ്. ക്വാളിഫിക്കേഷനായിട്ട് ചോദിക്കുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ്, അത് ഇൻറ്റിഗ്രേറ്റഡ് PG ആയാലും കുഴപ്പമില്ല എന്നുള്ളത് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്ലിനിക്കൽ റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയാൽ മതി എന്ന് പറയുന്നുണ്ട്. ദെൻ ഡിസൈറബിൾ എക്സ്പീരിയൻസ് ആയിട്ടാണ് ക്ലിനിക്കൽ റിസർച്ച് സ്റ്റഡീസ് ചോദിക്കുന്നത്. സോ നിർബന്ധമില്ല. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 35 ഇയേഴ്സാണ്. സാലറി എന്ന് പറയുന്നത് 56,000 പെർ മന്ത് പ്ലസ് HRA ആണ്. സോ ഇതും റീസെൻറ്റ് ഗ്രാജുവേറ്റ്സ് അല്ലെങ്കിൽ റീസെൻറ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് അതുപോലെ തന്നെ ഫ്രഷേഴ്സിനൊക്കെ അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനാണ്, അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്. ദെൻ സിക്സ്ത് പൊസിഷൻ എന്ന് പറയുന്നത് സെയിം പ്രോജക്റ്റിൽ തന്നെ വരുന്ന പ്രോജക്റ്റ് ടെക്നിക്കൽ സപ്പോർട്ട് 3 എന്ന് പറയുന്ന കാറ്റഗറിയാണ്. അതിൽ മെയിൻലി നേഴ്സിംഗ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളതാണ്. 4 പോസ്റ്റാണ് വേക്കൻ്റ് ആയിട്ടുള്ളത്. ക്വാളിഫിക്കേഷനായിട്ട് ചോദിക്കുന്നതും BSc നേഴ്സിംഗ് പ്ലസ് 3 ഇയർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ MSc നേഴ്സിംഗ് ആണ്. സോ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ കൂടി നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ആവുന്നതാണ് എന്നുള്ളത് ശ്രദ്ധിക്കുക. സോ MSc ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രഷർ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അപ്ലൈ ആവുന്നതാണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 35 ഇയേഴ്സ്, സാലറി 28,000 പെർ മന്ത് പ്ലസ് HRA. സോ ഫ്രഷേഴ്സിന് അപ്ലൈ ആവുന്ന പോസ്റ്റാണ് പ്രോജക്റ്റ് ടെക്നിക്കൽ സപ്പോർട്ട് 3 നേഴ്സിംഗ് എന്ന് പറയുന്നത്. നമ്പർ ഓഫ് വാക്കൻസി 4. ദെൻ നെക്സ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് 7th പൊസിഷൻ
പ്രോജക്റ്റ് ടെക്നിക്കൽ സപ്പോർട്ട് 1 അവൈലബിൾ വാക്കൻസി എന്ന് പറയുന്നത് 2 പോസ്റ്റുകളാണ്. ദെൻ ക്വാളിഫിക്കേഷനായിട്ട് ചോദിച്ചിട്ടുള്ളത് 10th പ്ലസ് DMLT പ്ലസ് 2 year എക്സ്പീരിയൻസ് ഓർ ഗ്രാജുവേഷൻ പ്ലസ് 1 year എക്സ്പീരിയൻസ് ആസ് ഫീൽഡ് വർക്കർ. സോ ഇതും ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരാൾക്ക് ഫ്രഷർ ആണെങ്കിൽ പോലും അപ്ലൈ ആവുന്ന ഒരു പോസ്റ്റാണ് പ്രോജക്റ്റ് ടെക്നിക്കൽ സപ്പോർട്ട് 1. ഏജ് ലിമിറ്റ് പറയുന്നത് 28, സാലറി എന്ന് പറയുന്നത് 18,000 18,000 രൂപ പ്ലസ് HRA ആണ്. ദെൻ ലാസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത് അടുത്ത പ്രോജക്റ്റിലാണ്. പ്രോജക്റ്റിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് മൾട്ടിസെൻട്രിക് ഇവാലുവേഷൻ ഓഫ് ഇന്ത്യൻ പോപ്പുലേഷൻ സ്പെസിഫിക് ടൂൾസ് ഫോർ അറ്റനേറ്റൽ എസ്റ്റിമേഷൻ ഓഫ് ജസ്റ്റേഷണൽ ഏജ്. സോ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്ററായിട്ട് ഇവർ കൊടുത്തിട്ടുള്ളത് ഡോക്ടർ ഷിഞ്ചിനി ഭത്നാഗർ ആൻഡ് ഡോക്ടർ നിത്യ വധുവ. റിക്രൂട്ട്മെൻറ്റ് പോസ്റ്റിൻ്റെ പേര് പ്രോജക്റ്റ് ടെക്നിക്കൽ ഓഫീസർ. അവൈലബിൾ വാക്കൻസി എന്ന് പറയുന്നത് 3. ദെൻ ക്വാളിഫിക്കേഷനായിട്ട് ചോദിച്ചിട്ടുള്ളത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി പ്ലസ് 1 year റിസർച്ച് ഓർ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, സോ പോസ്റ്റ് ഗ്രാജുവേറ്റ് കഴിഞ്ഞിട്ട് 1 year ആയിട്ട് വല്ല റിസർച്ച് ഏരിയയിൽ വല്ല എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഇൻഡസ്ട്രി ഓറിയൻറ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസോ ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ആവുന്നതാണ്. ഡിസൈറബിൾ ആയിട്ട് ചോദിക്കുന്ന ക്വാളിഫിക്കേഷൻസ് ബേസിക് കമ്പ്യൂട്ടർ സ്കിൽസ്, ദെൻ ഗുഡ് കമ്മ്യൂണിക്കേഷൻ, മൾട്ടി ടാസ്കിങ് എക്സെട്ര. ഏജ് ലിമിറ്റായിട്ട് പറയുന്നത് 45 വയസ്സാണ്. സാലറി ഈ ഒരു പോസ്റ്റിനുള്ളത് 35,000 രൂപ പെർ മന്താണ്. ഓക്കെ, 35,000 rupees പെർ മന്ത്. സോ ഈ 8 പോസ്റ്റുകളിൽ അറൗണ്ട് 3 to 4 പോസ്റ്റുകളിൽ ഫ്രഷേഴ്സിനും അപ്ലൈ ആവുന്ന ഫ്രഷേഴ്സ് എലിജിബിൾ ആയിട്ടുള്ള പോസ്റ്റുകളാണെന്നുള്ളത് ശ്രദ്ധിക്കുക. സോ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് ചോദിക്കുന്ന പോസ്റ്റുകൾ മാറ്റി വെച്ച് കഴിഞ്ഞാലും ഫ്രഷേഴ്സ് എലിജിബിൾ ആയിട്ടുള്ള പോസ്റ്റുകളുണ്ട്. സോ അത് നോട്ട് ചെയ്യുക, ശ്രദ്ധിക്കുക. നിങ്ങൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. ദെൻ ഈ ഒരു പെർട്ടിക്കുലർ റിക്രൂട്ട്മെൻറ്റ്സിലോട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് 19th May 2025 ആണ്. സോ അതിന് മുന്നേ ആപ്ലിക്കേഷൻ നിങ്ങൾ തീർക്കണം. ഓൺലൈൻ ആപ്ലിക്കേഷനാണ്. ദെൻ ഇതിൻ്റെ ജനറൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, കോമൺ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ദെൻ എങ്ങനെയാണ് ഈ ഒരു പെർട്ടിക്കുലർ പോസ്റ്റിന് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് അവർ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ അതിനാവശ്യമായിട്ടുള്ള ഡോക്യുമെൻസിൻ്റെ ഒരു ലിസ്റ്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ സമയത്ത് നമ്മൾ കയ്യിൽ കരുതേണ്ടുന്ന ഡോക്യുമെൻറ്റ്സ്, അതിൽ നമ്മുടെ സോഫ്റ്റ് കോപ്പി ഓഫ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ, അത് JPG അല്ലെങ്കിൽ JPEG ഫോർമാറ്റിലായിരിക്കണം. ബാക്കിയുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും PDF ഫോർമാറ്റിലായിരിക്കണം എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. സോ അതിൽ നമ്മുടെ കോംപ്രിഹെൻസീവ് CV ചോദിക്കുന്നുണ്ട്. ദെൻ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ്, ഇൻ്റർമീഡിയറ്റ് സർട്ടിഫിക്കറ്റ്, ഗ്രാജുവേറ്റ് ഒരു ഡിപ്ലോമ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, അതിൻ്റെ മാർക്ക് ഷീറ്റ്. ദെൻ PG കഴിഞ്ഞ ആളാണെന്നുണ്ടെങ്കിൽ PG സർട്ടിഫിക്കറ്റ്, PhD കഴിഞ്ഞ ആളാണെങ്കിൽ PhD സർട്ടിഫിക്കറ്റ്, ദെൻ റിലവൻറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട്. ദെൻ നമ്മൾ എന്തെങ്കിലും റിസർവേഷൻ കാര്യങ്ങളൊക്കെ ക്ലെയിം ചെയ്യാൻ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, കാസ്റ്റ് വൈസോ അല്ലെങ്കിൽ റിലീജിയൻ വൈസോ അല്ലെങ്കിൽ ഡിസബിലിറ്റി അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ റെസ്പെക്റ്റീവായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് കയ്യിൽ കരുതണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ പ്രൊസീജിയർ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ വെബ്സൈറ്റിൽ, ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് ആപ്ലിക്കേഷൻ പോകുന്നത്. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ദെൻ ഇതിന് 3 സ്റ്റെപ്പാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഒന്ന്, നമ്മുടെ ആപ്ലിക്കൻറ്റിൻ്റെ അല്ലെങ്കിൽ കാൻഡിഡേറ്റിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്ന ഒരു സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഡോക്യുമെൻറ്റ്സ്, അവർ ചോദിക്കുന്ന ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുന്ന സ്റ്റേജ്. ദെൻ സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് പേയ്മെൻ്റ് ആണ്, ഓൺലൈൻ പേയ്മെൻ്റ് ആണ്. ദെൻ ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് അൺറിസർവ്ഡ് OBC അല്ലെങ്കിൽ EWS കാൻഡിഡേറ്റ്സിന് 236 rupees, അതുപോലെ തന്നെ SC ST വുമൺ, പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസിന് 118 or 118 rupees അവർ കൊടുത്തിട്ടുള്ളത്. ദെൻ സബ്മിഷനാണ്, ആപ്ലിക്കേഷൻ്റെ സബ്മിഷനാണ്. സോ ഇത്രയാണ് ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള BRIC അല്ലെങ്കിൽ ബ്രിക്ക് THSTIയുടെ റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ 8 പോസ്റ്റിലോട്ട് ഡിഫറെൻറ്റ് പ്രോജക്ട്സിലോട്ടായിട്ട് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട്. അതിൽ 2-3 പോസ്റ്റ് ഹൈ എക്സ്പീരിയൻസ് ചോദിക്കുന്നതായതുകൊണ്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിരുന്നാൽ പോലും നമുക്ക് ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർക്ക് അപ്ലൈ ആവുന്ന, ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ളവർക്ക്, ഫ്രഷേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു 1 year വിത്തിൻ 1 year എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവർക്ക് പോലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഡിഫറെൻറ്റ് പോസ്റ്റസ് ഉണ്ട് വിത്ത് ഗുഡ് സാലറി. സോ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യാതിരിക്കുക. നിങ്ങൾ ഈ ഏതെങ്കിലും പോസ്റ്റിന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോസ്റ്റിന് അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെ എലിജിബിൾ ആയിട്ടുള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, ഇൻഫർമേഷൻ പാസ് ചെയ്യുക. സോ വിൽ മീറ്റ് വിത്ത് അനദർ വീഡിയോ. താങ്ക് യു.